സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയിൽ ഇപ്പൊ ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഇനി BJP ആയാലും അവരുടെ സാധ്യതകൾ എത്രത്തോളമാണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF കേരളത്തിന്റെ ഭരണം പിടിക്കണമെങ്കിൽ നിർണായക മുന്നേറ്റം ഉണ്ടാക്കേണ്ട ഒരു ജില്ലയാണ് ആലപ്പുഴ. നിലവിലെ സാഹചര്യങ്ങൾ നമ്മളൊന്ന് പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ 9 സീറ്റുകളുള്ള ആലപ്പുഴ ജില്ലയിൽ UDF ഒരു സീറ്റ് മാത്രമാണ്. അത് രമേശ് ചെന്നിത്തല 2011 മുതൽ പ്രതിനിധാനം ചെയ്യുന്ന ഹരിപ്പാട് സീറ്റാണ്. ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും ഇടതുമുന്നണിക്ക് ഉറപ്പായും 3 സീറ്റുകൾ ലഭിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴ, അമ്പലപ്പുഴ, മാവേലിക്കര സീറ്റുകൾ അവരുടെ ഉറച്ച കോട്ടകളാണ്. പിന്നീട് അവർക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കാവുന്ന ഒരു സീറ്റ് അരൂരാണ്. അരൂരിൽ ഭൂരിപക്ഷം കുറവാണെങ്കിലും UDF കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കണ്ടെത്തുവാൻ പലപ്പോഴും സാധിക്കാറ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, അതിന്റെ പരാജയത്തിന് ശേഷം ഉടനടി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ വിജയിച്ചത് മാത്രമാണ് സമീപകാലത്ത് അരൂർ മണ്ഡലത്തിൽ നിന്ന് UDF ഉണ്ടായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത്. ഇനി UDF 2026 പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് UDF സിറ്റിംഗ് സീറ്റായ ഹരിപ്പാടിനെ കുറിച്ച് നമ്മൾ പറയണം. അവിടെ ഉറപ്പായും രമേശ് ചെന്നിത്തല വിജയിക്കുമെന്ന് ഉറപ്പാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയത് BJP ആണ്. അവിടെ ഇടതിന്റെ അടിത്തറയ്ക്ക് എന്തുമാത്രം കോട്ടം തട്ടിയിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ നിന്ന് വ്യക്തമാകും. രമേശ് ചെന്നിത്തലയെ ഒരാൾ മത്സരിക്കുമ്പോൾ വളരെ സുഗമമായി തന്നെ, വളരെ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി 2026 ഹരിപ്പാട് UDF നിലനിർത്താൻ സാധിക്കും. ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹരിപ്പാട് BJP ഒരു കടന്നുകയറ്റം. ഇത് ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെമ്പാടും BJP വലിയ കടന്നുകയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് UDF ഏറ്റവും വലിയ സാധ്യതയും ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ ദൗർബല്യവുമാകുന്നത്. ഈ ആനുകൂല്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ UDF പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള 2ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കുട്ടനാട് സീറ്റാണ്. കുട്ടനാട് സീറ്റ് കഴിഞ്ഞ വട്ടം ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പ്രാദേശികമായി കോൺഗ്രസ് നേതാക്കൾ ആ സീറ്റ് പാർട്ടി കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാൻ സാധ്യതയുള്ളത് റമദ റിസോർട്ടിന്റെ ഉടമയായ റെജി ചെറിയാനാണ്. അദ്ദേഹം മത്സരിച്ചാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കുട്ടനാട്ടിൽ വിജയിക്കും. കാരണം തോമസ് കെ തോമസ് തന്നെയാകും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുക. ഈ സീറ്റ് CPM ഏറ്റെടുക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ടെങ്കിലും അടുത്ത വട്ടം ഏലത്തൂരിൽ AK ശശീന്ദ്രൻ പിന്മാറുമ്പോൾ ആ സീറ്റ് CPM സ്വാഭാവികമായും വന്നു ചേരും. അപ്പോൾ NCP ഇടതുമുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ്. അവരുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സീറ്റ് പിടിച്ചെടുക്കുമെന്നും അത്ര എളുപ്പമല്ലാത്തതും തോമസ് കെ തോമസ് തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥി. നിലവിലെ സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിക്ക് പോലും അവിടെ നിന്ന് വിജയിച്ചു കയറാം. 3ാമത് UDF ഏറ്റവും സാധ്യത കൽപ്പിക്കാവുന്ന ഒരു മണ്ഡലം കായംകുളമാണ്. കായംകുളത്ത് പ്രതിഭയാണ് 2 വട്ടമായിട്ട് MLA ആയിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം 12,000 വോട്ടിൽ നിന്ന് അവരുടെ ഭൂരിപക്ഷം 6,000 താഴ്ത്തിക്കൊണ്ട് വന്നത് UDF യുവ വനിതാ സ്ഥാനാർത്ഥി അരിതാ ബാബുവാണ്. അരിതാ ബാബു തന്നെ വീണ്ടും മത്സരരംഗത്തിറങ്ങിയാൽ പ്രതിഭ അടുത്തവണ ഉണ്ടാവണമെന്നുമില്ല. കാരണം 2 ടേം മാനദണ്ഡം നടപ്പാക്കിയാൽ പ്രതിഭ മാറും. പാർട്ടിക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കായംകുളം എന്ന് പറയുന്നത്. അതുകൊണ്ട് അടുത്തവണ അരിതാ ബാബുവിനെ അവിടുന്ന് വിജയിച്ചു കയറാനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്നു. മകന്റെ പ്രശ്നം തന്നെ, അതെ, മകന്റെ പ്രശ്നത്തിന്റെ പിന്നിൽ പോലും CPM ഒരു വിഭാഗമാണെന്ന് വലിയ ആരോപണങ്ങൾ ഉയർന്നു. അടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് ചേർത്തല മണ്ഡലമാണ്. ചേർത്തല മണ്ഡലത്തിൽ നമുക്കറിയാം 2011 മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി P. തിലോത്തമൻ 18,000-ലധികം വോട്ടുകൾക്കാണ് സാക്ഷാൽ ഗൗരിയമ്മയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ 2016-ലും 2021-ലും സ്ഥാനാർത്ഥിയായത് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് ശരത്താണ്. യുവ നേതാവാണ്. അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാണ്. 2016-ൽ അദ്ദേഹം ഭൂരിപക്ഷം 8,000-ലേക്ക് കുറച്ചുകൊണ്ടുവരികയും 2021-ലെ ശക്തമായ ഇടത് തരംഗത്തിനിടയിലും ഭൂരിപക്ഷം P. പ്രസാദിന്റെ ഭൂരിപക്ഷം 7,000-ലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. 2 വട്ടം മത്സരിച്ച് പരാജയപ്പെട്ടു എന്നൊരു അപാകത ഒഴിച്ചാൽ ശരത്ത് വീണ്ടും ഒരിക്കൽ കൂടി മത്സരരംഗത്തിറങ്ങിയാൽ ഈ സീറ്റും UDF പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ്. 5ാമതായി UDF പിടിച്ചെടുക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു മണ്ഡലം എന്ന് പറയുന്നത് മന്ത്രി സജി ചെറിയാൻ പ്രതിദാനം ചെയ്യുന്ന ചെങ്ങന്നൂരാണ്. ഭൂരിപക്ഷ കണക്കുകൾ നമ്മളിവിടെ ഭയപ്പെടുത്തിയേക്കാം. പക്ഷേ സജി ചെറിയാന്റെ പ്രതിച്ഛായയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ ഇടിവുണ്ട്. അദ്ദേഹം നടത്തിയ പല വിവാദ പ്രസ്താവനകളും കേരളയിലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് ചെങ്ങന്നൂർ. അപ്പോൾ ഈ ജ്യോതി വിജയകുമാറിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് സജി ചെറിയാനെ UDF മലർത്തിയടിക്കാവുന്നതേ ഉള്ളൂ. അത് ഉറപ്പൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഉറപ്പു പറയാവുന്നത്
4 മണ്ഡലങ്ങളാണ്. UDF സംബന്ധിച്ചും ഉറപ്പ് പറയാവുന്നത് 4 മണ്ഡലങ്ങളാണ്. UDF ഉറപ്പ് പറയാവുന്ന മണ്ഡലങ്ങൾ ഹരിപ്പാട്, കുട്ടനാട്, കായംകുളം, ചേർത്തലയാണ്. ചെങ്ങന്നൂർ തീ പാർന്ന മത്സരം കാഴ്ചവെക്കുവാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, BJPയുടെ കടന്നുകയറ്റം CPM-ന് വലിയ വെല്ലുവിളിയാണ്. ആലപ്പുഴയിലൊക്കെ ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജില്ലയിൽ മുഴുവൻ അതിന്റെ ഒരു തരംഗം ഉണ്ടാവും. ഒരു സീറ്റിൽ അവർ വിജയിച്ചു വന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ KC വേണുഗോപാൽ MP-യുടെ മണ്ഡലത്തിലെ സാന്നിധ്യവും UDF ഗുണം ചെയ്യും. അങ്ങനെ ഇതാണ് നമ്മുടെ ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഒരു പൊതുവിലയിരുത്തൽ. ലിജുവിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ അല്ല, അവിടെ UDF ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥിരമായി തോൽക്കുന്ന ലിജുവിനെ പോലുള്ള സ്ഥാനാർത്ഥികളെല്ലാം പരിപൂർണമായി UDF ഒഴിവാക്കി നിർത്തുക. അയാളുടെ ഒരു കുറ്റമല്ല. ലിജു, ഷാനിമോൾ ഉസ്മാൻ എന്നിവരെ കുറിച്ച് ഒരു പ്രതിച്ഛായ വന്നുപോയി തോൽക്കുന്ന സ്ഥാനാർത്ഥി. അതുകൊണ്ട് അവരെയെല്ലാം ഒഴിവാക്കി നിർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചിന്ത. ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ആലപ്പുഴയെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അത്യാവശ്യം കണ്ടന്റ് പറഞ്ഞു പോയി. ലിജു വിട്ടുപോയായിരുന്നു. അത് നീ പറഞ്ഞു തന്നാൽ